സിനിമ സജീവമായി കാണാൻ തുടങ്ങുന്നത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. അതിനു മുൻപ് കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. വർഷത്തിൽ 2-3 സിനിമകൾ അങ്ങനെയുള്ളൂ. മലയാളം സിനിമകൾ ഒക്കെ കാണുന്നത് ആ കാലത്താണ്. ആ കാലത്ത് തന്നെ ചില ഇംഗ്ലീഷ് സിനിമകൾ, ചില ഹിന്ദി സിനിമകളൊക്കെ അപ്പച്ചൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ഷോലയും എൻ്റർ ദ ഡ്രാഗണൊക്കെ 6ലും 7ലൊക്കെ പഠിക്കുന്ന കാലത്താണ് കണ്ടിരിക്കുന്നത്. മറ്റ് മലയാള സിനിമകൾ വീട്ടുകാർ പോകുമ്പോൾ കുട്ടികളെ കൂടി കാണിക്കാവുന്ന സിനിമകളാണെന്നൊക്കെ സിനിമ കണ്ട ആളുകൾ പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. വളരെ അപൂർവം തമിഴ് സിനിമകൾക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോയിട്ടേ ഇല്ല. ഒരു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെയാണ് തമിഴ് സിനിമകൾ കണ്ടു തുടങ്ങുന്നത്. അതിനു മുമ്പ് ഓർമ്മയിൽ കണ്ടിട്ടുള്ള ഒരു തമിഴ് സിനിമ എന്ന് പറയുന്നത് വലപ്പാട് കൈലാസ് തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുള്ള ശിവന്തമൺ എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷെ പിന്നീട് തമിഴ് സിനിമകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നത്തെ MGR സിനിമകളും ശിവാജി ഗണേശൻ സിനിമകളും ശിവകുമാർ സിനിമകളും ഒന്നും നമ്മളുടെ മലയാള സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു തരത്തിലുള്ള അഭിനയവും വേറൊരു ഒട്ടും മനസ്സിലാവാത്തൊരു ഭാഷയും കൾച്ചറും ഒക്കെ ഉള്ള സിനിമകളൊക്കെ ആയിരുന്നു ആ കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 16 വയതിനിലെ എന്ന് പറയുന്ന സിനിമ കാണുന്നത്. അതിലത്തെ പാട്ടുകളാണ് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ പാട്ടുകളോട് പ്രിയമുള്ള ആളുകൾ ഈ പാട്ടുകളെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴല്ല, അതിന് മുൻപാണ്. 77ലാണ്. 77 എന്ന് പറയുമ്പോൾ ഞാൻ 11 വയസ്സിലാണ് 16 വയതിനല്ലേ എന്ന് പറഞ്ഞൊരു സിനിമ യാദൃശ്ചികമായിട്ട് കാണുന്നത്. അപ്പോഴാണ് തമിഴിൽ വേറൊരു തരം സിനിമകൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഭാരതിരാജ എന്ന് പറയുന്ന പുതിയ സംവിധായകനെ കുറിച്ച് കേൾക്കുന്നതും അപ്പോഴാണ്. 16 വയതിനിലയിൽ അഭിനയിച്ച കമലഹാസനെ നമുക്ക് പരിചയമുണ്ട്. അതിനു മുമ്പ് ചില മലയാളം സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കമലഹാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ കമലഹാസൻ അന്ന് തമിഴ് സിനിമയിലെ വലിയ താരം ഒന്നും ആയിട്ടില്ല. അദ്ദേഹത്തെ നായകനാക്കി ചപ്പാണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ശ്രീദേവിയെയും നായികനായകന്മാരാക്കിയിട്ട് അഭിനയിക്കുകയും ആ സിനിമയിൽ വില്ലൻ റോളിൽ നാട്ടിൻപുറത്തൊരു ചട്ടമ്പിയായിട്ട് വന്ന പറട്ട എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്ന രജനീകാന്തിനെയൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് 16 വയതിനുള്ളിലാണ്. ഇളയരാജ അതിനു മുമ്പ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ദിനേശൊക്കെ ഗാനമേളകളിൽ പാടിയിരുന്ന മച്ചാന പാത്തിങ്കള എന്ന് പറയുന്ന ഒരു പാട്ട് അന്നക്കിളി എന്ന് പറഞ്ഞ പടത്തിലാണെന്ന് പിന്നീട് മനസ്സിലായി. പാട്ടൊക്കെ ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് 16 വയതിനിലെ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 16 വയതിനിലെ പാട്ടുകൾ മന്ദാരപ്പൂവ് എന്നൊക്കെ പറഞ്ഞ പാട്ട് ഭയങ്കര ഹിറ്റായിട്ട് ആ കാലത്ത് ആളുകൾ പാടി നടന്ന പാട്ടാണ്. 16 വയതിനിലെ എന്ന് പറയുന്ന സിനിമയുടെ സ്വാധീനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലയാള സിനിമയെയും മാറ്റിമറിച്ചു. അതിൻ്റെ ഇൻഫ്ലുവൻസ് പിന്നീട് ഒരുപാട് കാലം മലയാള സിനിമയിൽ ഉണ്ടായി. നമ്മൾ പിന്നീട് ഭാരതേട്ടനും ഒക്കെ ചെയ്ത സിനിമകൾക്ക് ഈ ഭാരതിരാജ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനേറെ പറയുന്നു, എന്നെപ്പോലെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 77-ൽ ആ സിനിമ 16 വയതിനിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ 98-ലാണ് സംവിധായകനാവുന്നത്. എൻ്റെ സിനിമകൾക്ക് ഭാരതിരാജയുടെ ഈ 16 വയതിനിലയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ മലയാളത്തിലുണ്ടായ സല്ലാപം എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ ഈ 16 വയതിനിലയുടെ ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു. അതിനകത്തെ പാട്ടുകൾക്കും ഒക്കെ ആ സിനിമയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അങ്ങനെ തലമുറകളെ സ്വാധീനിച്ച ഒരു സംവിധായകനായിരുന്നു ഭാരതിരാജ. ഭാരതിരാജയുടെ സിനിമകളൊക്കെ തുടങ്ങുമ്പോൾ ഇനിയ തമിഴ് മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഉണ്ടാവും സിനിമയുടെ തുടക്കത്തിൽ. ഇനിയ തമിഴ് മക്കളെ, உங்கள் பாசத்திற்குரிய பாரதிராஜா மீண்டும் மண் வாசனையோடு வருகிறேன். கிராமங்கள் எனக்கு சலிப்பதே இல்லை. ஒரு கல்லை தொட்டாலும் கதை சொல்லும், ஒரு புல்லை தொட்டாலும் அதுவும் ஒரு கதை சொல்லும். முகவரியின்றி கொட்டி கிடக்கும் கடிதங்களைப் போல ஆயிரமாய் இங்கும் அங்கும் கொட்டி கிடக்கின்றன எங்கள் கிராமத்து கதைகள். അത് കേൾക്കുമ്പോഴേ തിയേറ്ററിൽ കയ്യടിയാണ്. കാരണം അത് ഭാരതിരാജയാണെന്ന് എല്ലാവർക്കും അറിയാം. ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ തിരിച്ചറിഞ്ഞ ആദ്യത്തെ തമിഴ് സംവിധായകനായിരിക്കാം ചിലപ്പോൾ ഭാരതിരാജ. പിന്നീട് അങ്ങോട്ട് സിനിമകൾ എന്ന് പറയുന്നത് തമിഴ് സിനിമയെ മാറ്റിമറിച്ച സിനിമകളാണ്. ചികപ്പ് റോജാക്കൾ, പയനങ്ങൾ മുടിവതില്ലേ, ടിക് ടിക് ടിക്, ഒരു കൈദിയൻ ഡയറി. കൈദിയൻ ഡയറിയൊക്കെ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെയുള്ളൊരു സിനിമയാണ്. ചികപ്പ് റോജാക്കൾ അതുപോലെ ഇംഗ്ലീഷ് സിനിമ പോലെയുള്ള സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മുതൽ മര്യാദ, ശിവാജി ഗണേശൻ വളരെ കാലത്തിന് ശേഷം നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. ശിവാജി ഗണേശനും രാധയുമാണ് അതിൽ നായികന്മാരായിട്ട് അഭിനയിച്ചത്. ഒരു മധ്യവയസ്സ് കഴിഞ്ഞ
ആളും ഒരു യുവതിയും തമ്മിലുള്ള പ്രണയകഥയായിരുന്നു മുതൽ മര്യാദ. പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. ഭാരതിരാജ ഇളയരാജ ടീം അക്കാലത്ത് തമിഴ് സിനിമ അടക്കി ഭരിച്ച ഒരു ടീമായിരുന്നു. ഭാരതിരാജയുടെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വപ്നതുല്യമായ കരിയറാണ്. 41 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. കുറേയേറെ സീരിയലുകളും വെബ് സീരീസും ഒക്കെ ഡയറക്റ്റ് ചെയ്തു. താജ്മഹൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മകന് മനോജ് ഭാരതിരാജയെ നായകനായിട്ട് അവതരിപ്പിച്ചു. 6 നാഷണൽ അവാർഡ്സ്, 6 തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്സ്, 4 ഫിലിം ഫെയർ അവാർഡുകൾ, തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും സിനിമകൾ. അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന സംവിധായകനായിരുന്നു അദ്ദേഹം. ഒരു 38ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ മലയാളത്തിലായിരുന്നു. തുടരും എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയിൽ അദ്ദേഹം സ്റ്റണ്ട് മാസ്റ്റർ പളനിസ്വാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അഭിനയിച്ചു. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഭാരതിരാജയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കല്ലുക്കുള്ളീരം എന്ന് പറഞ്ഞ സിനിമയിലാണോ നിഴൽകളിലാണോ എന്നറിയില്ല, അദ്ദേഹം ഭാരതിരാജ എന്ന് പറയുന്ന സംവിധായകനായിട്ട് തന്നെ സ്വല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ അഭിനയിച്ചു. നാട്ടിൻപുറത്ത് അഭിനയിക്കാൻ സിനിമ ഷൂട്ട് ചെയ്യാൻ വരുന്ന ഒരു സിനിമ സംഘത്തിൻ്റെ കഥ പറഞ്ഞ സിനിമ. കല്ലുക്കുള്ളീരമാണോ നിഴൽകളാണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. മലയാള സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കന്നഡ സിനിമയ്ക്കും ഒക്കെ ഒരു പുതിയ ദിശാബോധം നൽകിയ സംവിധായകൻ, പുതിയ കാലത്തേക്ക് സിനിമയെ പറിച്ചു നട്ട സംവിധായകൻ ഒക്കെയായിരുന്നു ഭാരതിരാജ. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഇൻസ്പിറേഷനിലാണ് ഭാരതിരാജയ്ക്ക് മുമ്പും ഭാരതിരാജയ്ക്ക് ശേഷവും എന്ന് തമിഴ് സിനിമയും മലയാള സിനിമയും ഒക്കെ വേർതിരിക്കേണ്ട ഒരു കാര്യമുണ്ടായി. കാരണം അത് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഭയങ്കര നാടകീയമായ അഭിനയവും നാടകീയമായിട്ടുള്ള സെറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്ന തമിഴ് സിനിമയെ ശരിക്ക് നാട്ടിൻപുറത്തേക്ക് പറിച്ചു നട്ടത് അദ്ദേഹം. മലയാളത്തിൽ അതിനു മുമ്പ് തന്നെ PN മേനോൻ സാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാരതിരാജയ്ക്ക് പിന്നെ മലയാള സിനിമയായിട്ടുള്ള മറ്റൊരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ M കൃഷ്ണൻ നായർ എന്ന് പറയുന്ന നമ്മുടെ ആ കാലത്തെ വലിയ ഹിറ്റ് സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഭാരതിരാജ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മലയാളം കണക്ഷൻ ഭാരതിരാജയ്ക്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്ന് നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ 10 ഇരട്ടി ന്യൂ ജനറേഷൻ സിനിമകളായിരുന്നു. അദ്ദേഹം ഒരു കാലഘട്ടത്തിനെയും സിനിമയെയും തന്നെ പൊളിച്ച് എഴുതിയ സംവിധായകനാണ്. അദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹം കറുത്തമ്മ എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഭാരതിരാജ ഇളയരാജ ടീം പിരിഞ്ഞതിന് ശേഷം കറുത്തമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ AR റഹ്മാനാണ് സംഗീതം. അതിലത്തെ പാട്ടുകളൊക്കെ സൂപ്പർ പാട്ടുകളായിരുന്നു. എനിക്ക് AR റഹ്മാൻ്റെ ഏറ്റവും നല്ല ഗ്രാമീണ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണ് വന്നിരിക്കുന്നത്. 2 സിനിമകളോ മറ്റോ അവർ തമ്മിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ കാലത്തും നമ്മളൊരു ഗുരുതുല്യനായിട്ട് കാണുന്ന എൻ്റെ കാലഘട്ടത്തിലെ സംവിധായകരെ, എനിക്ക് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലെ സംവിധായകരെയും ഒക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത സംവിധായകരാണ്. എനിക്കാണെങ്കിൽ പ്രിയൻ സാറിനും കമൽ സാറിനും ഒക്കെ മലയാളത്തിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ സിനിമ ചെയ്തിട്ടുള്ള എല്ലാ സംവിധായകരെയും സ്വാധീനിച്ചിട്ടുള്ള അവരുടെയൊക്കെ ആദ്യ സ്വാധീനം ഭാരതിരാജയായിരുന്നു. എല്ലാത്തിലും ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. പൊളിറ്റിക്സിലും പൊതുകാര്യങ്ങളിലും ഈ ശ്രീലങ്കയിലെ തമിഴ് പ്രശ്നത്തിലും ഒക്കെ ധൈര്യപൂർവ്വം ഇടപെട്ടിട്ടുള്ള, ശരിയോ തെറ്റോ എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ഒരുപാട് കോൺട്രവേഴ്സീസിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കർണാടകയുമായിട്ടുള്ള കാവേരി നദീജല പ്രശ്നത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ മലയാളത്തിലെയും തമിഴിലെയും സംവിധായകർക്കും പ്രേക്ഷകർക്കും ഒരിക്കലും മറക്കാനാവാത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അത് നമുക്ക് എന്താ പറയേണ്ടത്, നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത സിനിമകളായിരുന്നു അത് ഓരോന്നും. എന്നെ എൻ്റെ കരിയറിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള സംവിധായകരിൽ ഒരാൾ ഭാരതിരാജയാണ്. എപ്പോഴും ഏറ്റവും സ്വാധീനിച്ച ഡയറക്ടേഴ്സ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ അവർക്ക് ഭരതേട്ടനെയും കമൽ സാറിനെയും പ്രിയദർശൻ സാറിനെയും സത്യനന്ദിക്കാട് സാറിനെയും KG ജോർജ് സാറിനെയും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മളുടെ ദൃശ്യബോധത്തിന് വലിയ ഊടും പാവും നൽകിയ സംവിധായകനായിരുന്നു